ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ഗീ റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ അന്ന് രാവിലെ, ഇതൊരു ഞായറാഴ്ചയാണ്, ഇതൊരു 2 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് രാവിലെ ആണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പം കുറേ നാളായി ഞാൻ ഉണ്ടാക്കിയിട്ട്, ഒരു 3-4 മാസമായി ഞാൻ ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനത് ഇങ്ങനെ ഉണ്ടോയെന്ന് ഞാൻ തപ്പുകയാണ്. റൈസൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരാൾക്കുള്ളത് എന്തായാലും കാണും, ശകലം റൈസ് ഒരാൾക്ക് മതി, കാരണം ഞാൻ കഴിക്കുന്നില്ല. അപ്പം ഒരാൾക്കുള്ളത് എന്തായാലും കാണും എന്നെനിക്ക് തോന്നിയിരുന്നു. അപ്പം അത് ഇരിപ്പുണ്ട്. അപ്പം അത് ഞാനെടുത്ത് ഒരാൾക്കുള്ളത് മതി. അപ്പോൾ ഒരു കപ്പ് മുഴുവനും വേണ്ട, ഞാനിപ്പോൾ അത്രയും എടുത്ത്, എന്തായാലും അധികം വരും എന്നാലും. അപ്പോൾ അതെടുത്ത് കഴുകിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. ഒരു 15 മിനിറ്റ് കൂടുതലൊന്നും കുതിർക്കണ്ട. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ചിക്കൻ കറിക്കും ഗീ റൈസിനും ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ഇത് ചതച്ചത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതെടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് ജസ്റ്റ് ചതച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 2-3 ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ചേർത്ത് ചതയ്ക്കാം. ഞാനിപ്പോൾ അത്രയൊന്നും ചെയ്യുന്നില്ല, ഇത് 3 കൂടെ ചതയ്ക്കുന്നുള്ളൂ. ഇതൊരു സംഭവം, ഇത് 3 ഒരു തട്ടിക്കൂട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പം ചിക്കൻ 1/2 കിലോ ചിക്കനേ ഉള്ളൂ, ഒരു ശകലം ചിക്കനേ ഉള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ ഈ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ചതച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അത് ഇപ്പം ഞാൻ സ്പൈസ് കുറഞ്ഞൊരു ചിക്കൻ കറി, അത് എരിവ് കുറഞ്ഞൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊന്ന് പുരട്ടി മാറ്റി വെക്കുക. അതിനകത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മാറ്റി വെക്കണം. ഉപ്പ് ഞാൻ ചേർത്തില്ല ഇതിൻ്റെ കൂട്ടത്തിൽ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിനകത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് പിന്നെ നമുക്ക് ബാക്കി കാര്യത്തിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗീ റൈസ് ഒന്ന് ആക്കിയെടുക്കുകയാണ്. കാരണം ഗീ റൈസ് ആദ്യം ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് കഴിക്കാറാകുമ്പോഴത്തേനും പാകത്തിന് ചൂടൊക്കെ ആയിട്ടിരിക്കും. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂണോളം നെയ്യും മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് അത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ശകലം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ചതച്ചതും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച സബോളയും പച്ചമുളകും കൂടെ ചേർത്ത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം കട്ടായിപ്പോയി. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കഴുകി പിന്നെ അത് വാലാൻ വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ അരി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോഴും ഒരു ടേസ്റ്റ് വരുന്നത്. ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് എൻ്റെ കണക്ക്. അപ്പോൾ ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ ചോറിനും പാകത്തിന് ഉപ്പായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് വിസിൽ വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി. പിന്നെ നമ്മുടെ സംഭവം റെഡി. 1 വിസിലടിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിടുക. ഇനി നമുക്ക് ബാക്കിയുള്ള സബോളയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനും കുറച്ച് എണ്ണയെന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അതും പിന്നെ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് സബോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത്, വേറെ ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ഇതിൽ തന്നെ കശുവണ്ടിയും മുന്തിരിങ്ങയും ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, കാരണം എനിക്കിഷ്ടമാണ്, പക്ഷേ ഇവിടെ ശ്രീഹരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ളപ്പോൾ കാരണം ഞാനും കൂടെ കഴിക്കുമ്പോൾ ഞാൻ ചേർക്കും, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചേർക്കാതെ ഉള്ളി മാത്രം ഫ്രൈ ചെയ്തെടുക്കത്തേ ഉള്ളൂ. പിന്നെ ഇനിയും ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ആയി പോകണ്ട, കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ഒരു ടേസ്റ്റാണ്. അപ്പം അത് അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി, കൂടുതൽ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിനി എന്തെങ്കിലും വേവ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിനകത്ത് ഇട്ടും കൂടെ ഒരു വേവിച്ചെടുക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങ് ആയിക്കോളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തത് മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ കറി ആക്കിയെടുക്കാം. അപ്പം അതിന് ഞാൻ കറിക്ക് വേണ്ടിയിട്ടും കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇത്രയും ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ചതിൻ്റെ ബാക്കി അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. എനിക്ക് ഇത്രയും മതി, കാരണം നമ്മൾ ഇത്രയും ഗീ റൈസിനകത്തും കുറച്ച് എണ്ണയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം പിന്നെ നോൺ സ്റ്റിക്കും കൂടെ ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇത്ര എണ്ണയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ സബോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ ഉപ്പ് കുറച്ച് ഇപ്പം ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർക്കുന്ന ഭാഗം എപ്പോഴും അങ്ങ് അറിയാതെ കട്ടായിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ, ഡബ് ചെയ്യുമ്പോഴാണ് ഉപ്പ് ചേർക്കുന്ന ഭാഗം ഞാൻ എടുത്തില്ലയോ എന്ന് ഓർക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു ശകലം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഗ്രേവി ആക്കിയതിന് ശേഷം ചേർക്കാം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്ര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. വേറെ ഇനി പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കണം. ഇനി ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിനി നന്നായിട്ട് വരുമ്പോൾ ചിക്കൻ ഇനി ബാക്കി വേകാനുള്ളതൊക്കെ അങ്ങ് വെന്തോളും. ഇതിനി അടച്ച് വെച്ച് അങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഈ ആ സമയം കൊണ്ട് നമ്മുടെ ഗീ റൈസിലെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. അതെടുത്ത് തുറന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ആ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഇത്യാദി സംഗതികളെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേനും അത് കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ടേസ്റ്റും അങ്ങ് മാറിക്കിട്ടും. നമുക്ക് പിന്നെ ആ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഗീ റൈസിന് ആ ഒരു ടേസ്റ്റേ ഉണ്ടെന്ന് തോന്നത്തില്ല. അതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ എടുത്തത് അതിനകത്ത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഉള്ളി വറുത്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ പുതിനയില ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്ത് ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട, ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്ന, ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അത് കഴിയുമ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഗീ റൈസുമായി ചിക്കൻ കറിയായി. ഇനിയിപ്പോൾ സാലഡ് വേണമെങ്കിൽ അതുണ്ടാക്കുക. പിന്നെ അച്ചാറുണ്ട്, പപ്പടം വേണമെങ്കിൽ അതുണ്ടാക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഗീ റൈസും ചിക്കൻ കറിയും. ഇതൊരു തട്ടിക്കൂട്ട് ഗീ റൈസും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.